ആ ഓണർ ഇല്ലേ, ജിമ്മിലെ ഓണർ, പുള്ളിയുടെ കല്യാണം കഴിഞ്ഞതാ ഈ റീസെന്റ് ആയിട്ട്. ഞാൻ പെട്ടു. ഓണറിന്റെ വൈഫിനെ ഈ ട്രെയിനറിനെ നോക്കി ഒരുത്തനില്ലേ, അവൻ സെറ്റാക്കി. അങ്ങനെയൊന്നുമില്ല, ഒരു ടൈം പാസ്. ആന്റിയോട് എന്നെ അന്വേഷണം അറിയിക്കണം. എടാ, ഞാനിപ്പം പറയാൻ പോകുന്നത് എന്റെ ഫ്രണ്ടിന്റെ ജിമ്മിൽ നടന്നൊരു സ്റ്റോറിയാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവന്റെ ആ ജിമ്മില് ഒരു ലേഡി ട്രെയിനർ ഉണ്ട്, ബാക്കി കുറെ ബോയ്സും ഉണ്ട് ട്രെയിനേഴ്സ് ആയിട്ട്. ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കാല്ലേ, ആരും ഒന്നും പറയൂല. അപ്പം അതിലെ ഒരു ട്രെയിനറും ഈ ലേഡി ട്രെയിനറും തമ്മിൽ റിലേഷൻഷിപ്പിലായി. സ്വാഭാവികം. ഇവര് കണ്ട് ഇഷ്ടപ്പെട്ട് സെറ്റായി. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു ഗോപാലൻ. പക്ഷേ ഇവര് റിലേഷൻഷിപ്പിലായ ആ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോ തന്നെ ആ ലേഡി ട്രെയിനറും ആ ജിമ്മിന്റെ ഓണറും തമ്മിൽ സെറ്റായി. എന്തോന്ന്? ആ ലേഡി ട്രെയിനറും ആ ജിമ്മിന്റെ ഓണറും തമ്മിൽ സെറ്റായി ഇതിന്റെ ഇടയ്ക്കൂടെ. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ആ ഓണർ ഇല്ലേ, ജിമ്മിലെ ഓണർ, പുള്ളിയുടെ കല്യാണം കഴിഞ്ഞതാ ഈ റീസെന്റ് ആയിട്ട്. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. നിന്നാണെന്നാ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. 2-3 മാസം മുമ്പ് എന്തോ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞതാ. അന്ത പൊണ്ണാണ് ഇന്ത ആളിന്റെ ഒറിജിനൽ പൊണ്ടാട്ടി. ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. എന്റെ കയ്യിൽ കിട്ടിയ വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കും. എന്നിട്ടും പുള്ളി ഈ പുള്ളിയുടെ ജിമ്മിലെ ആ ട്രെയിനർ ഗേളുമായിട്ട് സെറ്റായി. അച്ഛൻ വീട്ടില് ഭാര്യ ഇല്ലേ? എടാ, ഭാര്യ ഉള്ളോണ്ടാ മറ്റാരെങ്കിലും ടച്ചാൻ തോന്നണത്. ഞാനൊരു വലിയ സംഭവം അല്ലേ. ഇനി ട്വിസ്റ്റ് ഇവിടെ ഒന്നും അല്ലടാ. ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓണറില്ലേ, ഓണറിന്റെ വൈഫിനെ ഈ ട്രെയിനറിനെ നോക്കി ഒരുത്തനില്ലേ, അവൻ സെറ്റാക്കി. ഇപ്പൊ എന്താ പറഞ്ഞ? ആ ഓണറില്ലേ, ഓണറിന്റെ വൈഫിനെ ഈ ട്രെയിനറിനെ നോക്കി ഒരുത്തനില്ലേ, അവൻ സെറ്റാക്കി. ഇവൻ കോയം, ഞാൻ കോയ, രണ്ടു കോയേ. എന്തുവാണ് ഇത്? അതായത് കല്യാണം കഴിഞ്ഞ ഓണറിന്റെ ഭാര്യയായിട്ട് ഈ ട്രെയിനർ സെറ്റായി. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം. കല്യാണം കഴിഞ്ഞ ഓണറിന്റെ ഭാര്യയായിട്ട് ഈ ട്രെയിനർ സെറ്റായി. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? എങ്ങനെ സെറ്റാന്ന് വെച്ചാൽ, ഇപ്പം ഓണർ ആ 2 ദിവസം ജിമ്മിൽ വരാത്ത സമയത്ത് എന്റെ വണ്ടി ഓടിക്കാൻ വന്നിട്ട് എന്റെ ഭാര്യയെ വളച്ചുകൊണ്ട് പോവാനുള്ള തെണ്ടി ഇവളെ ജിമ്മിലിരുത്തും. ജിമ്മ് നോക്കാനും കാര്യം ഫീസ് മേടിക്കാനൊക്കെ വേണ്ടി ജിമ്മിലിരുത്തും പിടിച്ചിട്ട്. പ്രേമത്തിന് കണ്ണും മൂക്കില്ല എന്ന് പറയണ എത്രയോ ശരിയാണ്. ഇവനിപ്പോ ആരായി? ശശി. അപ്പൊ ആ സമയത്ത് ഈ ട്രെയിനറും ഇവളും തമ്മിൽ മിണ്ടി അങ്ങനെ സെറ്റായതാ. എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയാന്. ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാല്, ആ ഓണർ ലീവ് എടുക്കുന്ന ദിവസം ഈ ജിമ്മിലെ ട്രെയിനറുകളില്ലേ, അവളും ലീവ് എടുക്കും. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആ ഓണർ ലീവ് എടുക്കുന്ന ദിവസം ഈ ജിമ്മിലെ ട്രെയിനറുകളില്ലേ, അവളും ലീവ് എടുക്കും. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ. അപ്പൊ ഇവര് പുറത്ത് കറങ്ങാൻ പോകുന്നതായിരുന്നു സംഭവം ശരിക്കും. അവരൊന്നിച്ചു മുങ്ങിയതാ. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ആ സമയത്ത് ഇവൻ ഈ ട്രെയിനറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവൻ ഈ ഓണറിന്റെ വൈഫുമായിട്ട് കമ്പനിയായി അവരങ്ങനെ സെറ്റായത്. എനിക്ക് കാട്ടുപോക്കാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലോടി. പക്ഷെ അവള് കിട്ടിയത് ഓണറിനെയാണ്. എന്തോ സഹിച്ചിക്കോ അങ്ങനെ എന്തൊക്കെ ഉടായ്പും പരിപാടിയൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. എന്തൊക്കെ പറഞ്ഞാലും ഒരുമാതിരി മറ്റാർത്ത പരിപാടി തന്നെയാണ്. ഇതിനൊക്കെ നടന്നതാ എന്റെ ഫ്രണ്ടിന്റെ ജിമ്മില്. അവിടുത്തെ പഠിക്കലും പീഡിപ്പിക്കലും ഇവിടെ ഒന്ന് അങ്ങോട്ടൊക്കെ പറഞ്ഞോട്ടാ. നമ്മളൊക്കെ ഇവിടെ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്, ഇതുവരെ ഒരു ബെസ്റ്റി കിട്ടിയിട്ടില്ല. തൂങ്ങിച്ചാവണം നിൽക്കരുത് കേട്ടാ. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്, ജിമ്മിൽ ഒരു ഗേളിന്റെ ഹൈഡ് ചെയ്ത ഒരു ഫ്രണ്ടിനെ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനെന്താ അത്രയ്ക്ക് മോശം? ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നേ? എനിക്ക് ആരുടെയും സങ്കടവും സഹതാപവും കാണണ്ട. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല.